സ്തോത്രം. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, എൻ യാചന നൽകണമേ. പുത്രന്റെ നാമത്തിൽ ചോദിക്കും കാര്യങ്ങൾ കുത്തരം തന്നരുളാം എന്നുള്ളൊരു വാഗ്ദത്തം പോൽ ദയവാ, എന്നുള്ളൊരു വാഗ്ദത്തം പോൽ ദയവാ. താതനും മാതാവും നീ എനിക്കല്ലാതെ ഭൂതലം തന്നിലില്ലേ, വേറാരുമെൻ ആതങ്കം നീക്കിടുവാൻ. സ്തോത്രം. വിശുദ്ധ വേദഭാഗം 24 സങ്കീർത്തനം 1 മുതലുള്ള ചില തിരുവചനങ്ങൾ. ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും ഭൂതലവും അതിൻ്റെ നിവാസികളും യഹോവയ്ക്കുള്ളതാകുന്നു. സമുദ്രങ്ങളുടെ മേൽ അവൻ അതിനെ സ്ഥാപിച്ചു, നദികളുടെ മേൽ അവൻ അതിനെ ഉറപ്പിച്ചു. യഹോവയുടെ പർവ്വതത്തിൽ ആർ കയറും? അവന്റെ വിശുദ്ധ സ്ഥലത്ത് ആർ നിൽക്കും? വെടിപ്പുള്ള കൈയും നിർമ്മല ഹൃദയവും ഉള്ളവൻ, വ്യാജത്തിന് മനസ്സ് വയ്ക്കാതെയും കള്ളസത്യം ചെയ്യാതെയും ഇരിക്കുന്നവൻ. അവൻ യഹോവയുടെ അനുഗ്രഹവും തന്റെ രക്ഷയുടെ ദൈവത്തോട് നീതിയും പ്രാപിക്കും. ഇതാകുന്നു അവനെ അന്വേഷിക്കുന്നവരുടെ തലമുറ. യാക്കോബിന്റെ ദൈവമേ, തിരുമുഖം അന്വേഷിക്കുന്നവർ ഇവർ തന്നെ. ഹല്ലേലൂയ. സ്തോത്രം. ഈ തിരുവചനങ്ങളാൽ ദൈവമേ ഏവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പുതുപുത്തൻ ശരീരം എന്നതിനെ കുറിച്ച് ദൈവവചനത്തിലൂടെ അല്പമായി നമുക്ക് ചിന്തിക്കാം. 1 തിമോഥെയോസ് 3:16. യേശു ജഡത്തിൽ വെളിപ്പെട്ടു, ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു, തേജസ്സിൽ എടുക്കപ്പെട്ടു, ദൈവഭക്തിയുടെ മർമ്മം സമ്മതമാം വണ്ണം വലിയതാകുന്നു. ഹല്ലേലൂയ. ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു. ഇത് അത്ഭുതകരമായിരിക്കുന്നു. കർത്താവായ യേശു ഈ ജഡ ശരീരത്തിൽ വസിച്ചിരുന്നപ്പോൾ ദൈവത്തിന്റെ ദിവ്യ സ്വഭാവം യേശുവിൽ വെളിപ്പെട്ടു. ദൈവഭക്തിയുടെ മർമ്മത്തിന്റെ ഒന്നാമത്തെ അടയാളം ഇതാണ്. ഇത് യേശുവിനെ സംബന്ധിച്ചിടത്തോളം വളരെ സത്യമാണ്. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു എന്ന് യോഹന്നാൻ 1:14 കാണുന്നു. നാം ജഡശരീരത്തിൽ, ഈ ഭൗമിക ശരീരത്തിൽ ആയിരിക്കുമ്പോൾ ദൈവ തേജസ് വെളിപ്പെടുത്തണം. തേജസ് എന്നാൽ എന്ത്? കൃപയുടെയും സത്യത്തിന്റെയും നിറവാണ്. ആത്മാവ് ഒരുക്കമുള്ളത് ജഡമോ ബലഹീനമത്രേ എന്ന് ചിലർ ഒഴിവ് കിഴിവ് പറയുന്നു. പാപം മനുഷ്യനിൽ പ്രവേശിച്ചപ്പോൾ ശരീരം ബലഹീനമായി എന്നത് സത്യമാണ്. ജലസ്നാനത്താൽ ഈ ബലഹീനത അഥവാ അനുസരണം കെട്ട ശരീരം നീക്കപ്പെടുന്നു, അഥവാ വെള്ളത്തിൽ കുഴിച്ചിടപ്പെടുന്നു. ഇപ്പോൾ നാം ക്രിസ്തുവിന്റെ ശരീരമായ സഭയായിരിക്കുന്നു. ദൈവം നമ്മുടെ പഴയ ബലഹീനമായതും അനുസരണം കെട്ടതുമായ ശരീരത്തെ നീക്കി പുതിയ ശരീരം നൽകിയിരിക്കുന്നതിനാൽ ഈ ശരീരത്തിൽ ദൈവത്തിന്റെ കൃപയാൽ നമുക്ക് ദൈവ ഇഷ്ടം ചെയ്യുവാൻ സാധിക്കും. ഹല്ലേലൂയ. ദൈവഭക്തിയുടെ മർമ്മത്തിന്റെ ഒടുവിലത്തെ ഭാഗം തേജസ്സിനാൽ എടുക്കപ്പെട്ടു എന്നതാണ്. ഒന്നാമത് ജഡത്തിൽ വെളിപ്പെട്ടു, ഒടുവിൽ തേജസ്സിൽ എടുക്കപ്പെട്ടു. ദൈവം നമ്മുടെ ശരീരത്തിൽ ഇപ്പോൾ വെളിപ്പെടുകയും നാം തേജസ്സിൽ എടുക്കപ്പെടുകയും ചെയ്യും. പ്രിയരെ, ആത്മാവ് ഒരുക്കമുള്ളത് ജഡമോ ബലഹീനമത്രേ എന്ന ഒഴിവ് കിഴിവ് നിർത്തുക. അത് പിശാചിന്റെ തന്ത്രമാണ്. ബലഹീനതയെ ജയിക്കാവുന്ന പുതുപുത്തൻ ശരീരം ലഭിച്ചിരിക്കുക. ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടത് ആവശ്യമാണ്. അതിനായി ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്ക് ഒരുമിച്ച് യേശുവിനോട് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ നല്ല ദൈവമേ കർത്താവേ, ഒരിക്കൽ കൂടി അങ്ങേ നോക്കി സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും തക്കോണം ഒരു ദിനം കൂടി നീക്കി തന്നതിനാൽ
നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അങ്ങ് ചെയ്ത സകല നന്മകൾക്കും നന്ദി പറയുന്ന കർത്താവേ, ഇന്നയുള്ള അടിയങ്ങളെ നിലനിർത്തിയ കൃപയ്ക്കായി സ്തോത്രം. നാശകരമായ കുഴിയിലും കുഴഞ്ഞ ചേറ്റിലും കിടന്ന അടിയങ്ങളെ ക്രിസ്തുവാകുന്ന പാറയിലേക്ക് അടുപ്പിച്ച യേശുവിന്റെ മകൻ സ്നേഹത്തിന് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. നാഥ, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും ദൈവം അനുഗ്രഹിക്കണമേ. സന്തോഷവും സൗഖ്യവും സമാധാനം എല്ലാവർക്കും നൽകണം കർത്താവേ. സന്തോഷമുള്ള കുടുംബജീവിതങ്ങൾ നൽകി ദൈവം മാനിക്കണപ്പാ. യോശുവ ഭക്തൻ പറഞ്ഞ പ്രകാരം ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കുന്ന വചനം പോലെ കർത്താവിനെ കുടുംബമായി സ്തുതിച്ച് മഹത്വപ്പെടുത്തി ആരാധിച്ച് നിത്യജീവന് വേണ്ടി ഒരുങ്ങുവാൻ എല്ലാ മക്കളെയും അങ്ങ് സഹായിക്കണമേ. രോഗത്താലും ഭാരത്താലും നിരാശയിലായിരിക്കുന്ന എല്ലാ മക്കൾക്കും സന്തോഷവും സൗഖ്യവും സമാധാനവും നൽകി സകലരെയും നിത്യജീവന് വേണ്ടി ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകത്തിലൊക്കെ നടക്കുന്ന വിശുദ്ധന്മാരുടേതായ ശുശ്രൂഷകളെ കർത്താവിൻ്റെ വചനം മറ്റുള്ളവരോട് ഘോഷിക്കുന്ന എല്ലാ മക്കളെയും ദൈവം കുടുംബമായി അനുഗ്രഹിച്ചു മാനിച്ച് ദൈവകൃപയാൽ നടത്തണം. പരിശുദ്ധാത്മാവാകുന്ന ദൈവം തന്നെ എല്ലാവരെയും നിയന്ത്രിക്കണമേ, നടത്തണം കർത്താവേ. ഭൂലോകത്തിലൊക്കെ യേശുവിന്റെ സാക്ഷ്യമായി കടന്നു പോകാൻ വചനങ്ങൾ എത്തിക്കുവാൻ ദൈവം സഹായിക്കണം. സുവിശേഷ വിരോധിയ നിമിത്തം കഷ്ടത അനുഭവിക്കുന്ന ദൈവജനത്തിനും ഹല്ലേലൂയ അബേ ഈ പരീക്ഷാഘട്ടം തന്നെ ചെയ്യുവാൻ ആവശ്യമായ ദൈവകൃപ പകരണമേ. എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നത് നന്ദി ചെയ്ത യേശുവിന്റെ കൃപയാൽ എല്ലാവരെയും മൂടി മറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സന്തോഷം സൗഖ്യം സമാധാനം എല്ലാവർക്കും നൽകണം. സകല നിത്യജീവന് വേണ്ടി ഒരുങ്ങുവാനങ്ങ് സഹായിക്കണമേ. അനുഗ്രഹിക്കുമാനിക്ക് കൃപയ്ക്കുള്ളിൽ മറച്ചുകൊള്ളും. യേശു കർത്താവിന്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ കൃപയോടെ കേൾക്കണം നല്ല പിതാവേ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. യേശുവിന്റെ സമാധാന സകല ഹൃദയങ്ങളിൽ നിറയുമാറാകട്ടെ. ആമേൻ.